നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കള്ളപ്പണ വിവാദം, നീലട്രോളി വിവാദം, വ്യാജ സ്പിരിറ്റ് വിവാദങ്ങൾക്ക് ശേഷം ഇരട്ട വോട്ട് വിവാദത്തിലും പരസ്യ വിവാദത്തിലും ആടിയുലയുന്ന പാലക്കാട് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന മണിക്കൂറുകൾക്കകം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഞെട്ടിച്ചതിന് പിന്നാലെ പ്രതിഷേധമുയർത്തിയ കോൺഗ്രസിൻ്റെ മീഡിയ സെല്ലിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ പി സെറിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി ഇടതുപക്ഷം പാലക്കാട് മണ്ഡലത്തിൽ കളം പിടിച്ചു. BJPക്ക് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന പാലക്കാട് മണ്ഡലത്തിൽ BJPയിലെ പ്രമുഖ നേതാക്കൾ വരെ ആഗ്രഹിച്ചിട്ടും ഇത്തവണ നറുക്ക് വീണത് പാലക്കാടിന് ചിരപരിചിതനായ C. കൃഷ്ണകുമാറിനാണ്. കൃഷ്ണകുമാറുമായും പ്രസ്ഥാനത്തിലെ മറ്റ് നേതാക്കളുമായും ഇടഞ്ഞ BJPയുടെ പാലക്കാട്ടെ പ്രമുഖ നേതാവും സംസ്ഥാന സമിതി അംഗവുമായ സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് കോൺഗ്രസ് ചേർന്നത് വീണ്ടും പാലക്കാടിനെ വാർത്താതാരമാക്കി. പോളിംഗ് ദിനമായ ഇന്നും പാലക്കാട് മണ്ഡലത്തിൽ ട്വിസ്റ്റുകളും വിവാദങ്ങളും ഉയരുമോ എന്നാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. UDFും LDFും പ്രഖ്യാപിച്ച ഹർത്താലിൽ വയനാട് നിശ്ചലമായി. 12 മണിക്കൂർ ഹർത്താലിൻ്റെ ഭാഗമായി പ്രതിഷേധക്കാർ പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞിരുന്നു. ഹർത്താലാണെന്ന് അറിയാതെ എത്തിയ നിരവധി യാത്രക്കാരാണ് അതിർത്തികളിൽ കുടുങ്ങിയത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു ഹർത്താൽ. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ട ദുരന്തത്തിനോടനുബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വീഴ്ചകൾക്കെതിരെയാണ് UDF ഹർത്താൽ പ്രഖ്യാപിച്ചത്. എന്നാൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ലെന്ന് ഉൾപ്പെടെ ഉന്നയിച്ച് കേന്ദ്രത്തിനെതിരെയാണ് LDF ഹർത്താൽ നടത്തിയത്. വയനാട് ദുരന്തബാധിതർക്കുള്ള കേന്ദ്രത്തിൻ്റെ അധിക ധനസഹായത്തിൻ്റെ പേരിൽ ഇന്ത്യ സഖ്യം വ്യാജ പ്രചരണം നടത്തുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ പറഞ്ഞു. അധിക ധനസഹായം നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ലെന്നും വയനാട് ദുരന്തത്തെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റത്തിന് തടയിടാം എന്ന പ്രതീക്ഷയിലുള്ള ഹർത്താൽ നാടകമായാണ് വയനാട്ടിൽ നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇരട്ട വോട്ട് പട്ടികയിൽ ഉൾപ്പെട്ടവർ വോട്ട് ചെയ്താൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി ജില്ലാ ഭരണകൂടം. സംശയമുള്ളവരുടെ പട്ടിക തയ്യാറാക്കി പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് കൈമാറി. ചില ബൂത്തുകളിൽ കൂട്ടത്തോടെ വോട്ട് ചേർത്തതായി കണ്ടെത്തിയെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര പറഞ്ഞു. BJP വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർക്കെതിരെ സുപ്രഭാതം, സിറാജ് പത്രങ്ങളുടെ പാലക്കാട് എഡിഷനിൽ വന്ന ഇടതുമുന്നണിയുടെ പത്രപരസ്യം വിവാദത്തിൽ. സരിന്തരംഗം എന്ന വലിയ തലക്കെട്ടിലാണ് പരസ്യമെങ്കിലും പരസ്യത്തിൽ കൂടുതലായും പരാമർശിച്ചിട്ടുള്ളത് സന്ദീപ് വാര്യരെ പറ്റിയാണ്. ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ കഷ്ടം എന്ന തലക്കെട്ടും RSS വേഷധാരിയായ സന്ദീപ് വാര്യറും പരസ്യത്തിലുണ്ട്. എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ടുണ്ടെന്ന് മന്ത്രി MB രാജേഷ് പ്രതികരിച്ചു. 2 പത്രങ്ങളിലെ പരസ്യങ്ങൾ മാത്രം വിവാദമാക്കുന്നത് എന്താണെന്നറിയില്ലെന്നും സന്ദീപിനോട് ഫേസ്ബുക്കിലെ പരാമർശങ്ങൾ ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ കോൺഗ്രസ് പറയണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദീപ് ഇപ്പോഴും RSSകാരനാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ വീണ്ടും വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാദിഖ് അലി തങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ലെന്ന് ലീഗിലെ ചില നേതാക്കൾ പറഞ്ഞാൽ അത് നാട് അംഗീകരിക്കുമോ എന്ന് പിണറായി വിജയൻ ചോദിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് സ്വീകരിക്കേണ്ട നിലപാടല്ല സാദിഖ് അലി തങ്ങൾ സ്വീകരിച്ചതെന്നും വിമർശിക്കുന്നവരെ എതിർക്കുന്നത് തീവ്രവാദികളുടെ ഭാഷയാണെന്നും ജമാഅത്തെ ഇസ്ലാമിയും SDPഐയും സ്വീകരിക്കുന്ന തീവ്രവാദ നിലപാടും ആ ഭാഷയും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് ഫാസിസം ശ്രമിക്കുകയെന്നും പാലക്കാടും ഭിന്നിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും അത് പരസ്യത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ആകാമെന്നും അത് ഫാസിസ്റ്റുകളെ സഹായിക്കുകയുള്ളൂവെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിലൂടെയാണ് ലോക്സഭയിൽ പ്രതിപക്ഷ ശബ്ദം ഉയർന്നതെന്ന് പറഞ്ഞ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഇത്തരം ചെയ്തികളെ വിമർശിക്കാതിരിക്കാൻ സാധിക്കില്ലെന്നും അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിന് ഇരട്ടി ശിക്ഷ ലഭിക്കുമെന്നും പരലോകത്ത് മാത്രമല്ല ഇവിടെയും ശിക്ഷ ലഭിക്കുമെന്നും വ്യക്തമാക്കി.
സന്ദീപ് വാര്യരുടെ മുസ്ലിം വിരുദ്ധ പോസ്റ്റുകളും പ്രസ്താവനകളും ഉൾപ്പെടുത്തിയുള്ള ഇടതുമുന്നണി പത്രപരസ്യം വിവാദമായതോടെ വിശദീകരണവുമായി മന്ത്രി എം.ബി. രാജേഷ്. മതം നോക്കി പരസ്യം നൽകിയെന്ന ആരോപണം തെറ്റാണെന്നും 4 പത്രങ്ങളിൽ പരസ്യം നൽകിയെന്നും എല്ലാ പരസ്യത്തിനും അനുമതി തേടിയിരുന്നുവെന്നും എം.ബി. രാജേഷ് വ്യക്തമാക്കി. ആരോപണമുള്ളവർക്ക് പരാതി നൽകാമെന്നും ഞങ്ങൾ വിശദീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. തെരഞ്ഞെടുപ്പിന് തലേദിവസം കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർക്കെതിരെ പരസ്യം നൽകിയ സംഭവത്തിൽ LDF-ൽ ഭിന്നാഭിപ്രായം. പരസ്യത്തിന്റെ ഉള്ളടക്കത്തെ ന്യായീകരിച്ച് CPM രംഗത്തെത്തിയപ്പോൾ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു പരസ്യം കൊടുക്കുന്ന നിലപാട് LDF-നില്ലെന്നും CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KV സുരേഷ് രാജ് വ്യക്തമാക്കി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രഭാതം പത്രത്തിൽ വന്ന പരസ്യത്തിലെ വിഷയങ്ങളുമായി സമസ്തക്ക് ബന്ധമില്ലെന്ന് സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ജനറൽ സെക്രട്ടറി പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർ എന്നിവർ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഏതെങ്കിലും മുന്നണിയെയോ പാർട്ടിയെയോ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പാരമ്പര്യം സമസ്തക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു. വോട്ടെടുപ്പ് നടക്കുന്നതിനാൽ ഇന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അവധി പ്രഖ്യാപിച്ച ജില്ലാ കളക്ടർ. പാലക്കാട് നിയോജക മണ്ഡലത്തിന്റെ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പൊതുഭരണവകുപ്പ് അവധി പ്രഖ്യാപിച്ചെന്നാണ് ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര അറിയിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുനമ്പം വിഷയത്തിൽ നടത്തിയത് വിദ്വേഷ പ്രസ്താവനയെന്ന് പരാതി. സുരേഷ് ഗോപിക്കെതിരെയും BJP നേതാവ് B. ഗോപാലകൃഷ്ണനെതിരെയും AIYF സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ സംസ്ഥാന പോലീസ് മേധാവിക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. സമൂഹത്തിൽ മതത്തിന്റെ പേരിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നും കലാപ ആഹ്വാനം നടത്തിയെന്നും ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ പുറത്തുവന്ന് 20 ദിവസമായിട്ടും പോലീസ് മൊഴിയെടുക്കാത്തതിൽ ആശങ്കയുണ്ടെന്ന് BJP തൃശൂർ ജില്ലാ ഓഫീസിലെ മുൻ സെക്രട്ടറി തിരൂർ സതീഷ് പറഞ്ഞു. പാലക്കാട് തെരഞ്ഞെടുപ്പിന് വേണ്ടി മൊഴിയെടുപ്പ് മാറ്റിവെക്കേണ്ടതില്ലെന്നിരിക്കെ എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷണം ആരംഭിക്കാത്തതെന്ന് പോലീസിന് മാത്രമേ അറിയൂമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷത്തെ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി കേരളവും ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം കൊല്ലം ജില്ലയും കരസ്ഥമാക്കി. തീരദേശത്തെ ചേർത്ത് പിടിച്ചതിന് ലഭിച്ച അംഗീകാരമെന്ന് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. മത്സ്യബന്ധന മേഖലയിലെ സമഗ്രമായ ഇടപെടലുകൾ പരിഗണിച്ചാണ് കേരളത്തെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.